കൊല്ലം പരവൂർ മുൻസിഫ് കോടതിയിലെ APP അനീഷയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. APP ശ്യാംകൃഷ്ണ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് അബ്ദുൽ ജലീൽ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണമെന്നും 3 ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നുമുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഷംന അശോകുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷംന, ആർക്കൊക്കെയാണ് ജാമ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾ? ഷംന അശോക് ചേരുന്നുണ്ട്. ഷംന, ആർക്കൊക്കെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾ? അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുള്ള ഉപാധികളോടുകൂടിയാണ് ഈ കേസിലെ 2 പ്രതികൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. അതിൽ APP ശ്യാം ഉൾപ്പെടും, ഒപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടും. ഈ 2 പേരുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ അനീഷയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഏതായാലും കർശന ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇവരോട് 3 ദിവസം തുടർച്ചയായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാനുള്ള നിർദ്ദേശം ജസ്റ്റിസ് A ബദ്രുദ്ദീൻ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘം ഏത് ഘട്ടത്തിൽ വിളിച്ചാലും അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ അനീഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത് മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത് അനീഷയുടെ കുടുംബം ഉൾപ്പെടെ ആ ആത്മഹത്യക്ക് പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കോടതിയിലെ തന്നെ മുതിർന്ന, പ്രത്യേകിച്ച് സർക്കാർ അഭിഭാഷകർ ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്നത് കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധി. ഫാരിഷ. ശരി, 2 പ്രതികൾക്കാണ് ഉപാധികളോടെ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.